വീഡിയോ ലൈറ്റ്നിങ് അറസ്റ്റ് വീടുകളിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായും രണ്ട് രീതിയിലാണ് ലൈറ്റ്നിങ് നമ്മളുടെ വീടിനും വീട്ടിലെ ഉപകരണങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് ലൈറ്റിംഗ് ആണ്. ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന് മുകളിൽ തന്നെ ഇടി മിന്നലേൽക്കുകയും അതുവഴി നമ്മളുടെ വീടിനുള്ളിലെ ഉപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടം ഉണ്ടാകുന്ന ഡയറക്റ്റ് ലൈറ്റിംഗ് രീതിയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ലൈറ്റിംഗ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണ്. ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വീടിന്റെ പരിസരത്തോ വീടിൽ നിന്ന് കുറച്ചു മാറിയോ ലൈറ്റിംഗ് ഉണ്ടാകുകയും അതിൽ നിന്നുണ്ടാകുന്ന ഹൈ വോൾട്ടേജ് നമ്മളുടെ KCBയുടെ ലൈൻ വഴിയും കേബിൾ TV വഴിയും ഡേറ്റാ കേബിൾ വഴിയും ഒക്കെ വീടിനുള്ളിലേക്ക് വന്നിട്ട് വീട്ടിനുള്ളിലെ ഉപകരണങ്ങളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളൊക്കെ വന്ന് ഡേറ്റാ കേബിൾ വരാൻ തുടങ്ങിയതോടുകൂടി ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും KCBയുടെ ലൈൻ വഴി വരുന്ന ലൈറ്റിങ്ങിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഡയറക്റ്റ് ലൈറ്റിംഗ് മൂലം നമ്മുടെ വീടുകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലൈറ്റിംഗ് അറസ്റ്റർ. ഡയറക്റ്റ് ലൈറ്റിംഗ് മൂലമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതിനായിട്ട് ലൈറ്റിംഗ് അറസ്റ്റർ വീടിന്റെ മുകളിൽ വെച്ച് ഭൂമിയിലേക്ക് എർത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് മൂലം നമുക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറയ്ക്കുന്നതിനായിട്ട് വീടിനുള്ളിലെ ഇലക്ട്രിക് ലൈനിലേക്ക് സർജ് പ്രൊട്ടക്ടർ കണക്ട് ചെയ്തതിനു ശേഷം അത് എർത്ത് ചെയ്ത് ഹൈ വോൾട്ടേജിന്റെ പ്രയാസങ്ങളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ലൈറ്റിംഗ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കുന്ന ലൈറ്റിംഗ് അറസ്റ്റർ വെക്കുന്ന രീതിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പഴയ കാലം മുതലേ ചെയ്യുന്നതും എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്നതുമായ രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് അറസ്റ്റർ മെത്തേഡാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടണും അമർത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ ലൈറ്റിംഗ് അറസ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ലൈറ്റിംഗ് അറസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന സ്പൈക്കാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീഡിലാണ്. 7 നീഡിലുകളാണ് ഈ സ്പൈക്കിനുള്ളത്. ഈ സ്പൈക്കിൽ തന്നെ ലൈറ്റ്, മീഡിയം, ഹെവി എന്ന് പറഞ്ഞ് 3 മോഡലുകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹെവി മോഡലാണ്. 7 നീഡിലുകൾ ഇതിൽ പിരിച്ചു വെച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കോപ്പർ റാഡാണ്. പ്യുവർ കോപ്പറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ റാഡിലുള്ളത്. 25 mm വീതിയുള്ള 3 mm തിക്നെസ് ഉള്ള കോപ്പർ റാഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് പ്യുവർ കോപ്പർ ആയിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം ഫ്ലെക്സിബിൾ ആയിരിക്കുന്നത്. ലൈറ്റിംഗ് അറസ്റ്ററിന്റെ എർത്തിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന എർത്ത് പ്ലേറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതും പ്യുവർ കോപ്പർ ആണ്. ഇത് 2 അടി വീതിയും 2 അടി നീളവുമുള്ള കോപ്പർ ഷീറ്റ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 3 mm ആണ് ഇതിന്റെ ഗേജ് വരുന്നത്. എർത്ത് പ്ലേറ്റ് കുഴിച്ചിട്ടതിന് ശേഷം ഉപയോഗിക്കാനായിട്ടുള്ള ചിരട്ടക്കരിയാണിത്. ചിരട്ടക്കരിയോടൊപ്പം കരി, മണല് തുടങ്ങിയ മിക്സ് ചെയ്താണ് ഈ എർത്ത് പ്ലേറ്റ് മൂടുന്നത്. പണ്ട് ചിരട്ടക്കരിയോടൊപ്പം ഉപ്പ് കൂടി ഇടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരും ഉപ്പ് ഉപയോഗിക്കാറില്ല. ചില ഡീലർമാർ ചിരട്ടക്കരിക്ക് പകരം എർത്തിങ് കോമ്പൗണ്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് എർത്തിങ് പ്ലേറ്റ് കുഴിച്ചിടാനായിട്ടുള്ള കുഴിയാണ്. ഇതിന് 3 മീറ്റർ താഴ്ചയാണുള്ളത്. അപ്പോൾ കുഴി എടുക്കുമ്പം താഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. താഴ്ച കുറച്ച് ഒരിക്കലും എർത്തിങ് പ്ലേറ്റ് കുഴിച്ചിടാനായിട്ട് ശ്രമിക്കരുത്. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമാണ് ഈ കുഴിക്കുള്ളത്. ഈ കാണുന്നത് സ്പൈക്ക് കോപ്പർ റാഡുമായിട്ട് ഉറപ്പിക്കുന്ന ഭാഗമാണ്. ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ റിബേറ്റുകൾ തന്നെയാണ്. കോപ്പർ റാഡുകൾ PVC പൈപ്പ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം കോപ്പർ റാഡ് നമ്മുടെ വീടിലോ അല്ലെങ്കിൽ മറ്റു മെറ്റൽ പ്രതലങ്ങളിലോ ഒന്നും മുട്ടാൻ പാടില്ല. PVC പൈപ്പ് ഉപയോഗിച്ചതിന് ശേഷം GI പൈപ്പ് പുറത്തുകൂടി കയറ്റിയിട്ടാണ് ഈ സ്പൈക്ക് മുകളിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. കോപ്പർ റാഡിന് ആവശ്യത്തിന് നീളം എടുത്തതിന് ശേഷം കോപ്പർ പ്ലേറ്റുമായിട്ട് റിബേറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനും കോപ്പർ റിബേറ്റ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. കോപ്പർ പ്ലേറ്റ് കുഴിക്കുള്ളിൽ വെർട്ടിക്കലായിട്ടാണ് ഉറപ്പിക്കുന്നത്. മണല്, കരി, ചിരട്ടക്കരി തുടങ്ങി ഉപയോഗിച്ച് ഫുള്ളായിട്ട് ഈ കോപ്പർ പ്ലേറ്റ് കവർ ചെയ്യും.
വേനൽക്കാലത്ത് ഈ കുഴിക്കുള്ളിലേക്ക് വെള്ളം കടത്തിവിട്ട് നനവുണ്ടാക്കുന്നതിനായിട്ടാണ് ഈ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ച് താഴേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കുഴി മുഴുവൻ മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ലൈറ്റ്നിങ് അറസ്റ്റ് ചെയ്യുന്ന രീതിയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലൈറ്റ്നിങ് അറസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയാം. പ്രധാനമായും ഇതിനെപ്പറ്റി അത്യാവശ്യമെങ്കിലും അറിവുള്ള ആളുകളെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ഏജൻസിയോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളെ പറ്റിയും അവർ ചെയ്യുന്ന രീതിയെ പറ്റിയും ചോദിച്ചു മനസ്സിലാക്കുക. ലൈറ്റ്നിങ് അറസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന സമയത്ത് അവർ പറഞ്ഞിട്ട് ഉള്ള മെറ്റീരിയലുകൾ തന്നെയാണോ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കൊണ്ടോ നോക്കിയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ലൈറ്റ്നിങ് അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട രീതിയിലാണ് ലൈറ്റ്നിങ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കോപ്പർ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മോഷണത്തിന് വളരെ വലിയ സാധ്യതയുണ്ട്. രണ്ട് അറ്റവും അവിടെ നിർത്തിയിട്ട് ഇടയ്ക്ക് നിന്ന് കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മോഷണ രീതി ഇതിന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തില് മോഷണങ്ങൾ നടന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പാക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ലൈറ്റ്നിങ് അറസ്റ്റർ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ കൂടി കാണിച്ചുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. മണ്ണിട്ട് മുഴുവനായിട്ട് മൂടിയ എർത്തുകുഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. കോപ്പർ റാഡ് മുകളിലേക്ക് പോകുന്ന PVC പൈപ്പാണ് കാണുന്നത്. തൊട്ടടുത്തായിട്ട് കാണുന്നത് ഭൂമിക്കടിയിലേക്ക് വെള്ളം കൊടുക്കാനായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പാണ്. മുകൾ ഭാഗത്തുകൂടി കോപ്പർ റാഡ് പോയിരിക്കുന്ന PVC പൈപ്പാണ് ഈ കാണുന്നത്. അതിന് മുകളിലേക്ക് GI പൈപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ PVC പൈപ്പ് പോകുന്നുണ്ട്. നമ്മുടെ സ്പൈക്ക് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ GI പൈപ്പിലാണ്. ഈ സ്പൈക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് 45 ഡിഗ്രി ആംഗിളിൽ വീടിൻ്റെ മുഴുവൻ വശവും കവർ ചെയ്യത്തക്ക രീതിയിലാണ് ഈ സ്പൈക്കിന് ഹൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുവഴി ഈ സ്പൈക്കിൻ്റെ മുകളിൽ നിന്നും 45 ഡിഗ്രി ആംഗിളിൽ ഈ വീടിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യപ്പെടും. അപ്രകാരം നേരിട്ടുണ്ടാകാവുന്ന ലൈറ്റ്നിങ്ങിൽ നിന്ന് ഈ വീടിന് പൂർണ്ണമായൊരു സംരക്ഷണം ലഭിക്കുകയും ചെയ്യും.